ഹേ ബിസിനസ്സിൽ ഗ്രോത്ത് ഉണ്ടാക്കാനായിട്ട് മൈൻഡ് സെറ്റ് എങ്ങനെ യൂസ് ചെയ്യാമെന്നതിനെക്കുറിച്ചുള്ള വീഡിയോ സീരീസിൻ്റെ പാർട്ടായിട്ടാണ് ഈ വീഡിയോ. അപ്പോൾ ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് എങ്ങനെ കേഴ്സ് സ്റ്റോറി നിങ്ങളെ സംബന്ധിച്ചുള്ള നിങ്ങളുടെ ലൈഫിനെ പുറകോട്ട് വലിക്കുന്ന സ്റ്റോറികൾ, അതിനാണ് നിങ്ങൾ കേഴ്സ് സ്റ്റോറി എന്ന് വിളിക്കുന്നത്. ആ കേഴ്സ് സ്റ്റോറി ഉപയോഗിച്ച് ആ കേഴ്സ് സ്റ്റോറീസിനെ നിങ്ങൾക്ക് എങ്ങനെ ബ്ലെസ്സിങ് സ്റ്റോറീസ് ആക്കി മാറ്റാം, നിങ്ങളുടെ ജീവിതത്തിൽ വളർച്ച ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്ന സ്റ്റോറീസ് ആയിട്ട് എങ്ങനെ മാറ്റാം, അതാണ് നമ്മുടെ ഇന്നത്തെ ടോപ്പിക്ക്. അപ്പോൾ നമ്മൾ ഉടനെ അതിലേക്ക് കയറാൻ പോകണം. അതിന് മുമ്പായിട്ട് നിങ്ങളെ സംബന്ധിച്ചുള്ള നിങ്ങൾ ആദ്യമായിട്ട് ഈ ചാനൽ വരുന്നതെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ ഈ വീഡിയോ ലൈക്ക് ചെയ്യുക, അതുപോലെ എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ ഗോ ത്രൂ നിങ്ങൾ ഈ വീഡിയോയിലൂടെ കടന്നു പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിൽ ആ ക്വസ്റ്റ്യൻസ് ചാറ്റിലിടുക. സോ ദാറ്റ് നമ്മുടെ ടീമിൽ നിന്ന് ആ ക്വസ്റ്റ്യൻസ് കളക്ട് ചെയ്ത് തന്ന ശേഷം ഞാൻ അടുത്ത പ്രാവശ്യം ഈ ടോപ്പിക്കിനെ കുറിച്ച് തന്നെ ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ ആൻസർ കിട്ടാനായിട്ടുള്ള ഓപ്പർച്യൂണിറ്റി ഉണ്ടാവും. അപ്പോൾ എന്താണ് നമ്മൾ പറഞ്ഞു വരുന്നത്? എന്താണ് കേഴ്സ് സ്റ്റോറി? എന്താണ് അതിനകത്തെ ഇമ്പോർട്ടൻസ്? നിങ്ങളെ സംബന്ധിച്ചോളം നിങ്ങൾക്ക് ഈ കാര്യം കൃത്യമായിട്ട് അറിയത്തില്ല എന്നുണ്ടെങ്കിൽ ഒരുപാട് ആൾക്കാർ ബിസിനസ്സിൽ പരാജയപ്പെട്ടു പോകാറുണ്ട്. അതിന് കാരണം വെച്ചാൽ അവർ ചിലപ്പം ബിസിനസ്സിൽ ഒരു കാര്യം ചെയ്യാൻ ശ്രമിച്ചു, അപ്പോൾ പരാജയപ്പെട്ടു പോയി. ആ പരാജയപ്പെട്ടു പോയ സമയത്ത് അവരെ സംബന്ധിച്ചുള്ള അവർക്കൊരു പേടിയുണ്ടായി. ആ പേടി അവരുടെ മനസ്സിലിരിക്കുന്നുണ്ടാവും. ആ പേടി അവരുടെ ബിസിനസ്സിൻ്റെ അടുത്ത ലെവലിലേക്ക് അവർ വളരാൻ ശ്രമിക്കുമ്പോൾ അവരെ പിടിച്ച് പുറകോട്ട് വലിക്കാൻ ശ്രമിക്കാറുണ്ട്. പക്ഷേ ഈ കാര്യം നിങ്ങൾക്ക് അറിയാമെന്നുണ്ടെങ്കിൽ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങളുടെ ബിസിനസ്സിൽ നെക്സ്റ്റ് ലെവലിലേക്ക് ഗ്രോ ചെയ്യാനായിട്ടുള്ള ഒരു ക്ലിയർ ആയിട്ടുള്ള പാത്ത് നിങ്ങളുടെ ഫ്രണ്ടിൽ ഉണ്ടായി കിട്ടുവാണ്. അപ്പോൾ ആ പാത്ത് നിങ്ങൾക്ക് ഉണ്ടായി കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങളുടെ ബിസിനസ്സിൽ നാച്ചുറലി നിങ്ങളെ സംബന്ധിച്ചിടത്തോളം സക്സസ്ഫുൾ ആകാനുള്ള പ്രോബിലിറ്റി സിഗ്നിഫിക്കൻ്റ് ആയിട്ട് കൂടുന്നുണ്ട്. അതുകൊണ്ടാണ് കേഴ്സ് സ്റ്റോറിയുടെ ഈ ടോപ്പിക്ക് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിരിക്കുന്നത്. അപ്പോൾ എന്താണ് കേഴ്സ് സ്റ്റോറി? അതിലേക്ക് നമുക്ക് ചാടി ഇറങ്ങാം. അപ്പോൾ എന്താണ് കേഴ്സ് സ്റ്റോറി? കേഴ്സ് സ്റ്റോറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളെ സംബന്ധിച്ചോളം നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ ബിസിനസ് ചെയ്തപ്പോഴോ ജീവിതത്തിലോ മറ്റു കാര്യങ്ങളിലോ നിങ്ങളുടെ പേഴ്സണൽ ലൈഫിലോ പ്രൊഫഷണൽ ലൈഫിലോ ഏതൊരു സിറ്റുവേഷൻ നിങ്ങളെ പുറകോട്ട് വലിക്കുന്ന സ്റ്റോറികൾക്കാണ് നമ്മൾ കേഴ്സ് സ്റ്റോറി എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ എന്ന് വെച്ചാൽ ഞാൻ എൻ്റെ വീഡിയോ പലപ്പോഴും സീരിയസ് ആയിട്ട് കേട്ടിട്ടുള്ള ആൾക്കാരാണ് അറിയാതെ. ഞാൻ പ്രീ ഡിഗ്രി പഠിച്ച സമയത്ത് ഡോക്ടർ ആലി എന്ന് മറ്റായിരുന്നു അദ്ദേഹത്തിൻ്റെ പേര്. അദ്ദേഹം എന്നെ കെമിസ്ട്രി പഠിപ്പിച്ചിരുന്ന ആളായിരുന്നു എന്നെൻ്റെ ഓർമ്മ. കഴുതയെന്ന് വിളിച്ചിട്ടുണ്ട്. നിൻ്റെ കഴുതയാണല്ലോ, എനിക്ക് യാതൊരു വിവരവുമില്ലല്ലോ എന്ന് വിളിച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ വിളിച്ചത് ഒരു പക്ഷേ സാധാരണ ഒരാൾക്കാണെങ്കിൽ അതൊരു കേഴ്സ് സ്റ്റോറിയെ മാറും. ഞാൻ അത്യാവശ്യം വിവരമുള്ള ഒരാളാണ് എന്ന് എനിക്ക് തന്നെ ഒരു നല്ലൊരു ആത്മവിശ്വാസം ഉണ്ടായിരുന്നു. അങ്ങനെ ഒരു തെറ്റിദ്ധാരണ ഉണ്ടായിരുന്നതുകൊണ്ട് എന്നെ സംബന്ധിച്ചുള്ള എനിക്ക് എന്നെ അത് അഫക്റ്റ് ചെയ്തില്ല. പക്ഷേ സാധാരണഗതിയിൽ അങ്ങനെ ഒരാൾ നമ്മളോട് സംസാരിക്കുകയാണ് നമ്മുടെ മനസ്സിൽ, എന്നെ ആ ടീച്ചർ അങ്ങനെ വിളിച്ചതാണല്ലോ എന്ന് പറഞ്ഞ് നമ്മളെ സംബന്ധിച്ചോളം നമ്മുടെ ജീവിതത്തിൽ ഇപ്പം എങ്ങനെ ഇരിക്കുന്നു ഡോക്ടർ ആലി, ഇപ്പം ആരാണ് വെച്ച് പറഞ്ഞ. അപ്പോൾ നിങ്ങളെ സംബന്ധിച്ചോളം നിങ്ങൾക്ക് അങ്ങനെ ഒരാൾ സംസാരിച്ചു കഴിഞ്ഞാൽ, ഒരാൾ നമ്മളോട് ഈ പറഞ്ഞ പോലെ മോശമായിട്ട് സംസാരിക്കുക, നമ്മളെ ശപിക്കുന്ന പോലെയുള്ള സംസാരം വരുവാണെങ്കിൽ അതൊരു കേഴ്സ് സ്റ്റോറി ആയിട്ട് നമ്മുടെ ജീവിതത്തിൽ വരാം. ഇനി വേറെ രീതി കേഴ്സ് സ്റ്റോറി നമ്മുടെ ജീവിതത്തിൽ വരാൻ ചാൻസ് ഉള്ളതെന്ന് വെച്ചാൽ, നമ്മൾ ബിസിനസ് പരാജയപ്പെട്ടു പോയപ്പോൾ നമ്മൾ വിചാരിക്കും നമ്മുടെ ഡെസ്റ്റിനിയാണത്. ഓക്കെ, ശുക്രൻ്റെ അപഹാരമാണ്, അല്ലെ ശനിയുടെ അപഹാരമാണ്, എന്താത്തിൻ്റെ അപഹാരമാണ്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് കറക്റ്റ് സമയമല്ല. അപ്പോൾ നമ്മളെ സംബന്ധിച്ചാൽ നമ്മുടെ ജാതകം ശരിയല്ല, അത് ശരിയല്ല, മറ്റത് ശരിയല്ല, നമ്മുടെ ഇത് ശരിയല്ല, നമ്മുടെ സമയം ശരിയല്ല, നമ്മുടെ ഇത് പ്രശ്നമുണ്ട്, ആ പ്രശ്നമുണ്ട്. ഇതിനകത്തെല്ലാം നമ്മളെ സംബന്ധിച്ചോളം നമ്മുടെ ഒരു ഫിയറിൻ്റെ ഫാക്ടറുണ്ട്. ചില സിറ്റുവേഷൻ ചില കാര്യങ്ങൾ ചെയ്യാൻ സമയമുണ്ട്. ഫോർ എക്സാമ്പിൾ രാത്രി നമ്മളെ സംബന്ധിച്ചോളം പോയി പ്രകാശമില്ലാത്ത സമയത്ത് നമ്മളെ സംബന്ധിച്ചോളം നമുക്ക് പറമ്പിൽ പോയി കളയ്ക്കാൻ പറ്റില്ല. പ്രകാശമുള്ളപ്പോഴായിരിക്കും കളയ്ക്കാനായിട്ട് എളുപ്പമുള്ളത് എന്ന് പറഞ്ഞാൽ ചില കാര്യങ്ങൾ ചെയ്യാൻ ചില സമയങ്ങളുണ്ടാവും. ജനറലി സമയങ്ങളുടെ ഫാക്ടർ ഉണ്ടാവും. പക്ഷേ നമ്മളെ സംബന്ധിച്ചുള്ള നമ്മുടെ അന്ധവിശ്വാസമാക്കി മാറ്റിയിട്ട് നമ്മൾ ബിസിനസ് വിജയിക്കാത്തതിൻ്റെ കാരണം ഇതാണ്, എനിക്ക് ആ ദോഷമുണ്ട്, ചൊവ്വാദോഷമുണ്ട്, മറ്റേ ദോഷമുണ്ട് എന്ന് പറഞ്ഞ് നമ്മളെ തന്നെ ഒരു ശപിക്കുകയാണ്. നമ്മളെ തന്നെ ശപിക്കുകയാണ്. അല്ലെങ്കിൽ മറ്റുള്ളവർ നമ്മളെ ശപിക്കുമ്പോൾ നമ്മൾ ആ ശാപം ഏറ്റെടുക്കുകയാണ്. അത് നമ്മുടെ ഒരു തല വെച്ചുകൊണ്ട് നടക്കുകയാണ്. മനസ്സിലായോ? അതിന് ആക്ച്വലി നൊസിബോസ് എന്ന് പറയുന്ന ഒരു വൊക്കാബുലറി തന്നെ ഉണ്ട്. നൊസിബോസ് എന്ന് പറഞ്ഞ വൊക്കാബുലറി എവിടുന്ന് വരുന്നതെന്ന് വെച്ചാൽ, ഫോർ എക്സാമ്പിൾ അബോറിജിനൽസ് ആയിട്ടുള്ള ഓസ്ട്രേലിയൻ അബോറിജിനൽസ്, ചില ആൾക്കാർ ഒരാൾക്ക് മറ്റൊരാളുടെ ദേഷ്യം ഉണ്ടെന്നിരിക്കട്ടെ. അപ്പോൾ ആ ദേഷ്യം ഉണ്ടെങ്കിൽ അവരെന്ത് ചെയ്യുമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അവരുടെ ട്രൈബൽ ലീഡറിൻ്റെ അടുത്ത് നിന്നിട്ട് അവരോട് പറയും, ട്രൈബൽ ലീഡറോട് അതേ മറ്റേ ആളെന്നോട് ഇങ്ങനെ മോശമായിട്ട് പെരുമാറി, ആളത് ശരിയല്ലെന്ന് പറയുകയാണ്. അപ്പോൾ എന്നിട്ട് അയാൾ ഈ പറഞ്ഞ ഇത് ഹിസ്റ്റോറിക്കലി പ്രൂവൺ ആയിട്ടുള്ള, സയൻറ്റിഫിക്കലി പ്രൂവൺ ആയിട്ടുള്ള ഒരു കാര്യമാണ്. നമ്മുടെ ഈ ട്രൈബൽ ലീഡർ വന്നിട്ട് ആളെ ഒന്ന് ഭാവനെ കാണാൻ വരുന്നു. ആ കാണാൻ പറയുമ്പോൾ ഈ പറഞ്ഞ പോലെ മറ്റേ ആളെ കണ്ട് ആളുടെ പേരെന്നാണ് ഇങ്ങനെയാണ്, ഓക്കെ, എന്നിട്ട് പറഞ്ഞിട്ട് ആ ആളെ അവിടെ ഇരുത്തിയിട്ട് ഇയാളിരുന്ന് ശപിക്കുന്ന സമയത്ത് അയാൾ ഛർദി വന്ന് വലിയ അസുഖമായി ചില ആൾക്കാർ വളരെ ക്രിട്ടിക്കലായിട്ടുള്ള സിറ്റുവേഷനിലോട്ട് കടന്നു പോകാറുണ്ട്. ഇതാണ് നൊസിബോസ് എന്ന് പറഞ്ഞേക്കുന്ന ഒരു സയൻറ്റിഫിക് ആയിട്ടുള്ള ഒരു ടോപ്പിക്ക് തന്നെ എൻറ്റയർ ആയിട്ടുള്ള ഒരു ഏരിയ തന്നെയുണ്ട്. അപ്പോൾ അതായത് എന്ന് വെച്ചാൽ നമ്മളെ സംബന്ധിച്ചോളം നെഗറ്റീവായിട്ടുള്ള സ്റ്റോറികൾ നമ്മളെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നതിനെ കുറിച്ച്. അപ്പോൾ അതിനകത്തു നിന്നുള്ള സയൻസ് മാത്രം എടുത്താൽ മതി, അതിനകത്തുള്ള ഡ്രാമ എടുക്കണ്ട. പക്ഷേ പോയിന്റ് എന്താണെന്ന് വെച്ചാൽ നമ്മളെ പുറകോട്ട് വലിക്കുന്ന ഒരുപാട് സ്റ്റോറികൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകാം. അപ്പോൾ ആ സ്റ്റോറികൾ നമ്മൾ സ്വയം ഏറ്റെടുത്ത് ആ സ്റ്റോറികൾ നമ്മളെ പുറകോട്ട് വലിക്കാനായിട്ട് നമ്മൾ അലോ ചെയ്യുവാണെങ്കിൽ എന്ത് സംഭവിച്ചാൽ നമ്മുടെ ജീവിതം അങ്ങോട്ട് മാറും. അതായിരിക്കും നമ്മുടെ ഡെസ്റ്റിനി. ആ ഡെസ്റ്റിനി നമുക്ക് വേണ്ടി തന്നെ ചൂസ് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ അങ്ങനെ നമ്മൾക്ക് തന്നെ ഡെസ്റ്റിനി ചൂസ് ചെയ്തെടുക്കുന്നത് അവോയ്ഡ് ചെയ്യാനായിട്ട്
നെഗറ്റീവായിട്ട് ഡെസ്റ്റിനി അവോയ്ഡ് ചെയ്യാനായിട്ട് നമ്മളെ സംബന്ധിച്ചോളം നമ്മളുടെ ജീവിതത്തിലുള്ള സ്റ്റോറികളെ സ്റ്റോറികളെ നമ്മൾ മാറ്റിയെടുക്കണം. ഫസ്റ്റ് ഓഫ് ഓൾ അതിൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് വെച്ചാൽ നമ്മളെ സംബന്ധിച്ചുള്ള എന്തൊക്കെ സ്റ്റോറീസാണ് നമ്മുടെ മനസ്സിലുള്ളത്, സോ ദാറ്റ് നമ്മുടെ ബിസിനസ് നെക്സ്റ്റ് ലെവലിലേക്ക് ഗ്രോ ചെയ്യാനായിട്ട്. കാരണം നമ്മുടെ ബിസിനസ് നെക്സ്റ്റ് ലെവലിലേക്ക് ഗ്രോ ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങളൊരു സ്റ്റോറിയിൽ സ്റ്റേ ചെയ്യുവാണെങ്കിൽ, സ്റ്റോറി നിങ്ങളെ ചെയ്യപ്പെട്ട ഒരു സ്റ്റോറിയിൽ സ്റ്റേ ചെയ്യുകയാണെങ്കിൽ, ചെയ്യപ്പെട്ട സ്റ്റോറി എന്ന് പറഞ്ഞാൽ പല രീതിയിലാണ്. ചെറുപ്പത്തിൽ നമ്മൾ പറയാം, ഓ ഇവനൊരു ഭാഗ്യമില്ലാത്തവനാണ്, അച്ഛൻ പറയുകയാണ്, അമ്മ പറയുകയാണ്, ഓ അവനൊന്നിനും കൊള്ളുകയില്ല, അല്ലെ ടീച്ചർ പറയണം, ഓ നീ ഒരു മണ്ടനാണല്ലോ, ഇത് കണക്കൊന്നും അറിയത്തില്ല. ഈ കണക്കൊക്കെ 1 മുതൽ 100 വരെ കൂട്ടാനുള്ളതൊക്കെ മനുഷ്യർ സാധാരണ ഇതിൽ ഉപയോഗിക്കാറുള്ളൂ. 1 മുതൽ 100 വരെ നിങ്ങൾക്ക് കൂട്ടാൻ അറിയാമെങ്കിൽ ലോകം നിങ്ങൾക്ക് കീഴടക്കാൻ പറ്റും. ഓക്കെ, എത്ര രാജ്യങ്ങളുണ്ട്, ആ രാജ്യങ്ങൾ ഓരോന്നോരോന്ന് കീഴടക്കാൻ പറ്റും. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ നമ്മളെ സംബന്ധിച്ചോളം കാൽക്കുലസും അഡ്വാൻസ് ട്രിഗ്നോമെട്രിയും ഒന്നും ഈ പറഞ്ഞ പോലെ സാധാരണഗതിയിൽ എനിക്കറിയത്തില്ല. ഈ വീഡിയോ കാണുന്ന 90% ആൾക്കാർ ഉപയോഗിക്കണമെന്നില്ല. അപ്പോൾ നിങ്ങളെ സംബന്ധിച്ചോളം നിങ്ങൾക്ക് ബിസിനസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങളെ സംബന്ധിച്ചോളം ബിസിനസ്സിൽ ലാഭം ഉണ്ടാകുന്നുണ്ടോ എന്ന് കണക്കൂട്ടാൻ നിങ്ങൾ അറിഞ്ഞിരിക്കണം. അപ്പോൾ അങ്ങനെ ഒരു മൂപ്പിലാൻ ഈ പറഞ്ഞ പോലെ കണക്ക് സാർ വന്നിട്ട് പറയുവാണ്, ലോലൻ സാർ വന്നിട്ട് പറയുവാണ്, ലോലൻ എന്നായിരുന്നു ഞങ്ങളെ കണക്ക് പഠിപ്പിച്ചിരുന്ന സാറിൻ്റെ പേര്. അദ്ദേഹം വന്നിട്ട് പറയുവാണ്, ഹേയ് നീ മണ്ടാ, നിനക്ക് 0 കിട്ടി, അവിടെ നിന്നെക്കൊണ്ടൊന്നിനും കൊള്ളുകയില്ല എന്നൊരാൾ പറയുവാണെങ്കിൽ അത് നിങ്ങൾ ബിലീവ് ചെയ്യണമെന്നില്ല. ബിലീവ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് മാറ്റാനുള്ള സമയമായി. മനസ്സിലാവും? അതാണ് കേർഡ് സ്റ്റോറി എന്ന് നമ്മൾ പറയുന്നത്. അല്ലെ വേറെ സിറ്റുവേഷൻ എന്ന് വെച്ചാൽ നമ്മളെ സംബന്ധിച്ചുള്ള ആരെങ്കിലും നമ്മൾ അബ്യൂസ് ചെയ്തു, അബ്യൂസീവായിട്ടുള്ള സിറ്റുവേഷനിലോട്ട് കടന്നുപോയി. അപ്പോൾ അത് നിങ്ങളുടെ ബിസിനസ്സിനെ നെക്സ്റ്റ് ലെവലിലേക്ക് ഗ്രോ ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നില്ല. പേരന്റ് അബ്യൂസ് ചെയ്തിട്ടുണ്ടാവും, അയലോക്കാർ അബ്യൂസ് ചെയ്തിട്ടുണ്ടാവും, മറ്റെന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടാവും. എന്ത് സംഭവിച്ചിട്ടാണല്ലോ ഒരാൾ ചില ക്ലയൻസിനെ സംബന്ധിച്ചുള്ള ചില ആൾക്കാർ അവരെ ഫിസിക്കലി അബ്യൂസ് ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ അങ്ങനെയുള്ള സിറ്റുവേഷൻ ഉണ്ടെങ്കിലും അതും ഈ പറഞ്ഞ പോലെ ഒരു കേർഡ് സ്റ്റോറി ആയിട്ട് നമ്മുടെ ഉള്ളിൽ നിൽക്കുകയാണ്. അപ്പോൾ ആ സ്റ്റോറി നമുക്ക് എടുത്തങ്ങ് മാറ്റാൻ പറ്റും. ബേസിക്കലി ഇങ്ങനെ എടുത്ത് പുഷ്പം പോലെ പറിച്ചങ്ങ് മാറ്റി കളയാൻ പറ്റും. അത്രയ്ക്ക് എളുപ്പമാണ് ആ കാര്യങ്ങൾ. അപ്പോൾ അങ്ങനെയുള്ള കേർഡ് സ്റ്റോറികൾ നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടില്ല എങ്ങനെയാണ് കേർഡ് സ്റ്റോറികൾ ഉണ്ടാകുന്നത്. അപ്പോൾ അങ്ങനെയുള്ള കേർഡ് സ്റ്റോറികൾ എടുത്ത് മാറ്റുന്നതാണ്, അതിനെ ബ്ലെസ്സിങ് സ്റ്റോറീസ് ആയിട്ട് മാറ്റുമ്പോഴാണ് നിങ്ങളുടെ ബിസിനസ് നെക്സ്റ്റ് ലെവലിലേക്ക് മാറുന്നത്. അപ്പോൾ നമ്മൾ ഈ സീരീസിൽ ഇതിനെക്കുറിച്ച് പല കാര്യങ്ങൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. ഫോർ എക്സാമ്പിൾ ഐഡന്റിറ്റിയെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്, ആ വീഡിയോ കണ്ടിട്ടില്ല, പോയി കണ്ടു നോക്കുക. അതുപോലെ ഷാഡോസ് എങ്ങനെ ഉപയോഗിക്കാം, നിങ്ങളുടെ ബിസിനസ് നെക്സ്റ്റ് ലെവലിലേക്ക് ഗ്രോ ചെയ്യാനായിട്ട് എങ്ങനെ ഉപയോഗിക്കാം അത് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അതുപോലെ നമ്മളെ സംബന്ധിച്ചുള്ള ഓവറോൾ മൈൻഡ് സെറ്റ് എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടത് നിങ്ങളുടെ ബിസിനസ് നെക്സ്റ്റ് ലെവലിലേക്ക് മാറ്റാനായിട്ട് എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഇവിടെ നമ്മൾ സ്പെസിഫിക്കലി പറഞ്ഞു വരുന്നത് കേർഡ് സ്റ്റോറീസിനെ കുറിച്ചാണ്. അപ്പോൾ കേർഡ് സ്റ്റോറീസ് എടുത്ത് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ബേസിക്കലി ഒരു തെറ്റായ സ്റ്റോറിയാണ് അത് എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥം? നമ്മളെ സംബന്ധിച്ചോളം നമ്മൾ ഏത് സ്റ്റോറിയും, ഞാൻ ഒരു എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ, 2 ആൾക്കാർ ഒരേ ആക്സിഡൻറ്റ് കണ്ടു. ഒരു ആക്സിഡൻറ്റ് കണ്ട ശേഷം 2 പേരോടും ആ ആക്സിഡൻറ്റ് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറഞ്ഞാൽ 2 പേരും 2 കംപ്ലീറ്റ്ലി ഡിഫറെൻ്റ് ആയിട്ടുള്ള രീതിയിലായിരിക്കും എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരാൾ ഒരു ആംഗിളിൽ നിന്ന് കണ്ടു, അവരൊരു വിശ്വാസ സംഹിതയിൽ നിന്ന് കണ്ടു, ഒരു ഐഡന്റിറ്റിയിൽ നിന്ന് കണ്ടു, ഒരു സെറ്റ് ഓഫ് ഷാഡോയിൽ നിന്ന് കണ്ടു, ഒരു സെറ്റ് ഓഫ് വാല്യൂവിൽ നിന്ന് കണ്ടു. അങ്ങനെ അവർ കാണുന്നതുകൊണ്ട് അവരെ സംബന്ധിച്ചുള്ള അവർ കാണുന്ന ഒരു ലോകവും വേറൊരാൾ കാണുന്ന ലോകം, ഒരു സ്ത്രീ കാണുന്ന ലോകം, ഒരു പുരുഷൻ കാണുന്നില്ല, ഒരു കുട്ടി കാണുന്ന ലോകം, ഒരു പ്രായമുള്ള ആൾ കാണുന്ന ലോകം, ഒരു അച്ഛൻ കാണുന്ന ലോകവും, ഒരു സിസ്റ്റർ കാണുന്ന ലോകവും, ഒരു സാധാരണക്കാരൻ കാണുന്ന ലോകവും, ഒരു മാർപ്പാപ്പ കാണുന്ന ലോകം കംപ്ലീറ്റ്ലി ഡിഫറെൻ്റ് ആണ്. കാരണം അവരുടെ വിശ്വാസങ്ങളും അവരെക്കുറിച്ചുള്ള വിശ്വാസങ്ങളും അവരുടെ ബിലീഫുകളും വാല്യൂകളും ഒക്കെ വെച്ച് കംപ്ലീറ്റ്ലി ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു ലോകമാണ് അവർ തമ്മിൽ കാണാൻ പോകുന്നത്, ഡിഫറെൻ്റ് ആയിട്ട് കാണാൻ പോകുന്നത്. എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്ന് വെച്ചാൽ, നിങ്ങളെ സംബന്ധിച്ചാൽ നിങ്ങളെ കേഴ്സ് ചെയ്ത സ്റ്റോറി നിങ്ങളുടെ മനസ്സിൽ നിങ്ങളെ നശിപ്പിക്കുന്ന ഒരു സ്റ്റോറി ആയിട്ട് നിൽക്കുന്നുണ്ടെങ്കിൽ അത് ആക്ച്വലി നശിപ്പിക്കുന്ന ഒരു സ്റ്റോറി ആകണമെന്നില്ല. നിങ്ങളെ സംബന്ധിച്ചോളം നിങ്ങൾ ആകെ ചെയ്യേണ്ട കാര്യം എന്ന് വെച്ചാൽ, നിങ്ങൾ ആ സ്റ്റോറി എടുക്കുക, പെട്ടെന്ന് എടുക്കുക ആ സ്റ്റോറി. ഞാൻ പെട്ടെന്ന് തന്നെ ഒരു 2 മിനിറ്റിൽ ഞാൻ അതിനെക്കുറിച്ച് ചെറിയൊരു പ്രിവ്യൂ കാണിച്ചു തരാം. നമ്മൾ ആക്ച്വലി ആക്സിലറേറ്റർ ലൈവ് ഇവൻറ്റുകളിലും അതുപോലെ ഓൺലൈൻ ഇവൻറ്റുകളിലും നമ്മൾ ചെയ്യാറുള്ള ഒരു കാര്യം ഞാൻ പെട്ടെന്ന് ഒരു ബ്രീഫ്ലി കാണിച്ചു തരാം. അപ്പോൾ നിങ്ങൾ ആ സ്റ്റോറി എടുക്കുക. ആ സ്റ്റോറി എടുത്തിട്ട് നിങ്ങളൊന്ന് ആലോചിച്ച് വെക്കുക, എന്താണ് അതിൻ്റെ മീനിങ്? ഇപ്പോൾ എൻ്റെ മീനിങ് പറഞ്ഞാൽ, ഓ എന്നോട് ആളങ്ങനെ ചെയ്തു, അമ്മ അങ്ങനെ ചെയ്തു, അച്ഛൻ അങ്ങനെ ചെയ്തു, സാർ അങ്ങനെ ചെയ്തു, സാർ എനിക്കൊരു വടിയെടുത്ത് അടിച്ചു, അല്ലെങ്കിൽ അങ്ങനെയായിരുന്നു, അത് സംഭവിച്ചു, ഞാൻ അവിടുന്ന് വീണു, എന്നെ ഒരാൾ അബ്യൂസ്, എന്തുവാകാം. അതിൻ്റെ മീനിങ്, അതിന് വേറൊരു മീനിങ് കൊടുത്ത് നോക്കുക. നിങ്ങളെ സംബന്ധിച്ചാൽ നിങ്ങളുടെ മൈൻഡിൽ നിങ്ങൾ നോക്കുക, എന്താണ് ഇതിൻ്റെ വേറൊരു അർത്ഥമുള്ളത്? ഈ അർത്ഥമല്ലാതെ വേറൊരു അർത്ഥം എന്താണുള്ളത്? അപ്പോൾ നിങ്ങളുടെ മനസ്സോട്, ഓ അതിൻ്റെ അർത്ഥം, അങ്ങനെയാ പ്രശ്നം. വേറെ എന്താണ്? വളർത്തുന്ന എന്തർത്ഥമാണുള്ളത്? ഗ്രോ ചെയ്യുന്ന എന്താണ് അർത്ഥമുള്ളത്? നെക്സ്റ്റ് ലെവലിലേക്ക് എന്നെ കൊണ്ടുപോകുന്ന അർത്ഥമാണ്. ഇതിനെ എൻ്റെ ബിസിനസ് വളർത്താനായിട്ട് ഉപയോഗിക്കുന്ന എന്തർത്ഥമാണ് ഇതിനകത്ത് എനിക്ക് എടുക്കാൻ പറ്റുന്നത്? ബിസിനസ്സിനെ നെക്സ്റ്റ് ലെവലിലേക്ക് കൊണ്ടുവരാൻ പറ്റുന്ന എന്തൊരു കാര്യമാണ് ഇതിനകത്ത് എടുക്കാൻ പറ്റുന്നത്? എൻ്റെ ജീവിതത്തിന് നെക്സ്റ്റ് ലെവലിലേക്ക് വളർത്താൻ പറ്റുന്ന എന്ത് കാര്യമാണ് ഇതിൽ നിന്ന് എടുക്കാൻ പറ്റുന്നത്? എന്താണ് ഒരു പുതിയൊരർത്ഥം? ഇതാണ് സിറ്റുവേഷൻ. ഹ്യൂമൻ മൈൻഡ് എന്ന് പറഞ്ഞാൽ, നമ്മളെ സംബന്ധിച്ചോളം ഹ്യൂമൻസ് എന്ന് പറഞ്ഞാൽ കളക്റ്റീവ്ലി നമ്മളൊരു മീനിങ് മേക്കിംഗ് മെഷീനാണ്. ഞാൻ പറഞ്ഞല്ലോ, ദുഷ്ടമത്തായ ചേട്ടൻ്റെ കാര്യം ഞാൻ പറഞ്ഞിട്ടുണ്ട്. ദുഷ്ടമത്തായ ചേട്ടൻ്റെ അവിടെ ചെന്ന് കഴിഞ്ഞാൽ അരിപ്പൊടി ഉണ്ടാക്കുവാണ്. അരി ഇട്ട് കഴിഞ്ഞാൽ അരിപ്പൊടി ഉണ്ടാക്കി കിട്ടും. മനുഷ്യൻ എന്ന് പറഞ്ഞേക്കുന്ന മനുഷ്യൻ എന്ന് പറഞ്ഞേക്കുന്ന മാനുഫാക്ചറിങ് യൂണിറ്റ് ഉണ്ടാക്കുന്ന മെയിൻ പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞാൽ മീനിങ് ആണ്. മീനിങ് ഉണ്ടാക്കലാണ് മനുഷ്യൻ്റെ മെയിൻ പരിപാടി. നമ്മൾ മീനിങ് ഉണ്ടാക്കുകയാണ്. അപ്പോൾ നമ്മളെ സംബന്ധിച്ചോളം നമ്മൾക്ക് ഉണ്ടാകുന്ന മീനിങ് നെഗറ്റീവ് ആണെങ്കിൽ ആ നമ്മുടെ എക്സ്പീരിയൻസും നെഗറ്റീവായി മാറുവാണ്.
അപ്പോൾ അങ്ങനെ നമ്മളെ സംബന്ധിച്ചുള്ള പഞ്ചസാരപ്പൊടിയുടെ പുറത്ത് നമ്മൾ മുളക് പൊടി എന്ന് എഴുതി വെച്ച് കഴിഞ്ഞാൽ പഞ്ചസാരപ്പൊടി മുളക് പൊടിയായി മാറുന്നില്ലല്ലോ അല്ലേ? ആ സമയം നമ്മുടെ മനസ്സിൽ പഞ്ചസാരപ്പൊടിയുടെ പുറത്ത് മുളക് പൊടി എന്ന മീനിങ് ഇട്ട് കഴിഞ്ഞാൽ കുറച്ച് കഴിയുമ്പോൾ ഈ പഞ്ചസാര പൊടി മുളക് പൊടിയായി മാറും. അതാണ് നമ്മുടെ മൈൻഡിൻ്റെ മിറക്കിൾ. അങ്ങനെയാണ് നമ്മൾ ബ്ലെസ്സിങ് സ്റ്റോറീസ് കേഴ്സ് സ്റ്റോറീസ് ആയി മാറുന്നത്. അപ്പോൾ അങ്ങനെ നിങ്ങളെ സംബന്ധിച്ച് നിങ്ങളുടെ സ്റ്റോറി എടുത്തിട്ട് ആ സ്റ്റോറിയുടെ മീനിങ് എടുക്കുക, എന്നിട്ട് ആ സ്റ്റോറി മീനിങ് മാറ്റി നോക്കുക, എന്നിട്ട് പുതിയൊരു മീനിങ് നിങ്ങളെ സംബന്ധിച്ചുള്ള വളർച്ച ഉണ്ടാക്കുന്ന ഒരു മീനിങ് നിങ്ങൾ അങ്ങ് കൊടുക്കുക. ഇതുകൊണ്ടാണ് ഒരേ സ്ഥലത്ത് തന്നെ രണ്ട് രീതിയിൽ ഒരേ സ്ഥലത്ത് ഒരേ സിറ്റുവേഷൻ വളർന്ന ഒരാൾ വളരെ ലോകപ്രശസ്തനായ ഒരാളാകുന്നു, ഈ പറഞ്ഞ പോലെ വേറെ ആളൊന്നും ആകുന്നില്ല. മഹാത്മാഗാന്ധിയുടെ സഹോദരങ്ങൾ ഉണ്ടായിരുന്നെന്നോ എനിക്കറിയത്തില്ല. അപ്പോൾ സഹോദരങ്ങളൊന്നും വലിയ ആൾക്കാരൊന്നും ആയിട്ടുണ്ടാകുന്നില്ല. എന്താ കാരണം? ഒരാളെടുത്ത അർത്ഥം ഡിഫറൻ്റ് ആണ്, ഒരാളെടുത്ത മീനിങ് ഡിഫറൻ്റ് ആണ്, വേറൊരാളെടുത്ത മീനിങ് ഡിഫറൻ്റ് ആണ്. രണ്ടുപേരുണ്ട്, ഒരാൾ ക്രിമിനൽ ആവുന്നു, ഒരാൾ വളരെ സക്സസ്ഫുൾ ആവുന്നു. എന്താണ് ഡിഫറൻസ്? ഒരാൾ സ്പോർട്സുകാരനാവുന്നു, വേറൊരാൾ ഒന്നും ആവുന്നില്ല. എന്താണ് കാരണം? രണ്ടും പേരും എടുത്ത മീനിങ് ഡിഫറൻ്റ് ആണ്. അതുകൊണ്ട് നിങ്ങളെ സംബന്ധിച്ചുള്ള നിങ്ങളുടെ ചോയ്സ് എന്ന് വെച്ചാൽ അതേ ചോയ്സ് ആണ്. എന്താണെന്ന് വെച്ചാൽ നിങ്ങളുടെ കേൾ സ്റ്റോറി എടുത്തിട്ട് നിങ്ങളെ പുറകോട്ട് വലിക്കുന്ന ഒരു സ്റ്റോറി എടുത്തിട്ട് എന്തായാലും ആയിക്കോട്ടെ, എന്ത് സ്റ്റോറി ആയിട്ട് 100% ശരിയും ആയിക്കോട്ടെ, നിങ്ങളൊരു സ്റ്റോറി അങ്ങ് ഉണ്ടാക്കുക. നിങ്ങളുടെ സ്റ്റോറി അങ്ങ് ഉണ്ടാക്കുക. ഈ സ്റ്റോറിയിൽ നിങ്ങൾക്ക് വളർച്ച ഉണ്ടാക്കുന്ന ഒരു സ്റ്റോറി നിങ്ങൾ ഉണ്ടാക്കുക. നല്ലൊരു എഴുത്തുകാരനാകുക. ഈ പറഞ്ഞ ദൃശ്യം 2 എന്ന് പറഞ്ഞൊരു മൂവി ഇറങ്ങി, 1, 2 എന്ന് പറഞ്ഞ മൂവി ഇറങ്ങി. ഞാൻ ഒത്തിരി മലയാളം മൂവികൾ വളരെ ചുരുക്കം കാണാറുണ്ടായിരുന്നുള്ളൂ. ഞാൻ ആക്ച്വലി 2 മൂവിയും കണ്ടു കഴിഞ്ഞ കുറച്ച് നാളുകൾക്ക് മുമ്പ്. ഈ 2 മൂവികളും കണ്ടു. ആദ്യത്തെ മൂവി എനിക്ക് അത്യാവശ്യം നല്ലൊരു സ്റ്റോറിയാണ്, നമ്മൾ ഹോളിവുഡ് സ്റ്റൈലിലുള്ള ഒരു നല്ല സ്റ്റോറിയാണ്. അപ്പോൾ അങ്ങനെ അതുപോലെ ഒരു സ്റ്റോറി അങ്ങ് ഉണ്ടാക്കുക. നിങ്ങളെ വളർത്തുന്ന ഒരു സ്റ്റോറി ഉണ്ടാക്കുക. നിങ്ങളുടെ കുറവുകൾ എന്തെങ്കിലും ആട്ടെ, നിങ്ങളുടെ പ്രശ്നങ്ങൾ എന്തെങ്കിലും ആട്ടെ, നിങ്ങളുടെ പരാധീനതകൾ എന്തെങ്കിലും ആട്ടെ, കുഴപ്പങ്ങൾ എന്തെങ്കിലും ആട്ടെ, നാട്ടുകാർ എന്തെങ്കിലും പറയട്ടെ, അയലോകാർ എന്തെങ്കിലും പറഞ്ഞോട്ടെ, എന്തൊക്കെ പറഞ്ഞാണെങ്കിൽ നിങ്ങളുടെ ഉള്ള കുറവുകൾക്കുള്ള സ്റ്റോറി, നിങ്ങളെ കേഴ്സ് ചെയ്യുന്ന സ്റ്റോറിയെ മാറ്റിയിട്ട് ഒരു ബ്ലെസ്സിങ് സ്റ്റോറി അങ്ങ് ഉണ്ടാക്കിയേക്കുക. നിങ്ങളുടെ സ്റ്റോറി അങ്ങ് ഉണ്ടാക്കിയേക്കുക. ഇതാണ് നിങ്ങളുടെ സ്റ്റോറി. ഇനി അങ്ങോട്ട് ഇതാണ് നിങ്ങളുടെ കഥ. ആ കഥയാണ് നിങ്ങളുടെ ജീവിതത്തിൽ മാറാൻ പോകുന്നത്. എന്നിട്ട് ആ കഥ തന്നെ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുക. സോ ദാറ്റ് കുറച്ച് കഴിയുമ്പോൾ ആ കഥ റിയലായി മാറും. അപ്പോൾ അത് ഭയങ്കര രസമല്ലേ? നമ്മളൊരു കഥാകൃത്തായി മാറുക, നമ്മുടെ ജീവിതത്തിന്റെ കഥാകൃത്തായി മാറുകയാണ്. തിരക്കഥാ സംവിധാനം മാത്തുക്കുട്ടി, അല്ലെ തിരക്കഥാ സംവിധാനം ലക്ഷ്മിക്കുട്ടി. എന്താണെങ്കിലും നിങ്ങളെ സംബന്ധിച്ചോളം നിങ്ങളുടെ കഥയും തിരക്കഥയും സംവിധാനം നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുവാണ്. നിങ്ങളുടെ കേൾ സ്റ്റോറി എടുത്തിട്ട് നിങ്ങൾ പറയുവാണ്, ഓക്കെ, ഇതിനെന്താണ് പുതിയ അർത്ഥം? ബിസിനസ് വളർച്ച ഉണ്ടാക്കാനായിട്ട്, ബിസിനസ് സ്കെയിൽ ചെയ്യാനായിട്ട്, ബിസിനസ് നെക്സ്റ്റ് ലെവലിലേക്ക് കൊണ്ടുപോകാനായിട്ട് എന്താണ് അർത്ഥം? ആ അർത്ഥം എന്താണെന്ന് വെച്ചാൽ ആ അർത്ഥം എടുത്തിട്ട് ആ അർത്ഥത്തെ ബേസ് ചെയ്തിട്ട് നിങ്ങളുടെ ജീവിതം മുന്നോട്ട് മാറ്റുക. അങ്ങനെയാണ് നമ്മളെ സംബന്ധിച്ചോളം നമ്മൾ കേൾ സ്റ്റോറീസിനെ ഒരു ബ്ലെസ്സിങ് സ്റ്റോറി ആക്കി മാറ്റുന്നത്. ഞാൻ സമ്മറൈസ് ചെയ്യുന്നതിന് മുമ്പ് നിങ്ങളെ സംബന്ധിച്ചോളം നിങ്ങൾ ഈ വീഡിയോ ലൈക്ക് ചെയ്തില്ലെങ്കിൽ ലൈക്ക് ചെയ്യുക. സോ ദാറ്റ് യൂട്യൂബിനെ സംബന്ധിച്ചോളം യൂട്യൂബ് എന്നാ മാജിക് ചെയ്ത് കൂടുതൽ ആൾക്കാർക്ക് ഈ വീഡിയോ എത്തിച്ചു കൊടുത്ത് കൂടുതൽ ആൾക്കാർക്ക് ഇതുപോലുള്ള ആശയങ്ങൾ സ്പ്രെഡായി കൂടുതൽ പേരുടെ ലൈഫിനെ ഇമ്പാക്ട് ചെയ്യാനായിട്ട്. അതുപോലെ തന്നെ നമ്മുടെ മലയാളം ബുക്ക് ഉടനെ റിലീസ് ആവാണ്. മലയാളം ബുക്കിനെ കുറിച്ച് അറിയാനായിട്ട് മലയാളം ബുക്ക് 90 ഡേയ്സ് ലൈഫ്, അതായത് ഇന്റർനാഷണൽ ബെസ്റ്റ് സെല്ലിംഗ് ബുക്കായിരുന്നു 90 ഡേയ്സ് ലൈഫ്. കാണാലോ. അപ്പോൾ 90 ഡേയ്സ് ലൈഫ് നിങ്ങൾക്ക് മലയാളത്തിൽ വായിക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ നമുക്ക് ഓൾറെഡി നമ്മളുടെ അവതാരിക എഴുതുന്ന മിസ്റ്റർ ചിറ്റിലപ്പള്ളിയാണ്, ബിഗാർഡിൻ്റെ. അതുപോലെ മിസ്റ്റർ നിങ്ങളുടെ തന്നെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള മലയാളത്തിൻ്റെ തന്നെ അഭിമാനമായിട്ടുള്ള UN അണ്ടർ സെക്രട്ടറി ആയിരുന്ന മിസ്റ്റർ ശശി തരൂർ MP, അദ്ദേഹമാണ് എനിക്കൊരു ആശംസ എഴുതി തന്നിട്ടുണ്ട് ഈ ബുക്കിന് വേണ്ടിയിട്ട്. കേരളത്തിൽ പ്രമുഖരായിട്ടുള്ള ആൾക്കാരും പല രീതിയിൽ നമ്മളെ സപ്പോർട്ട് ചെയ്ത് പല കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിൽ ഞാൻ വളരെ ഗ്രേറ്റ്ഫുള്ളാണ്, താങ്ക്ഫുള്ളാണ് മിസ്റ്റർ ശശി തരൂരിനോടും അതുപോലെ മിസ്റ്റർ ചിറ്റിലപ്പള്ളിയോടും. അപ്പോൾ നിങ്ങളെ സംബന്ധിച്ച് നിങ്ങൾക്ക് അങ്ങനെ പവർഫുൾ ആയിട്ടുള്ള ബുക്ക് നിങ്ങൾക്ക് വായിച്ച് നിങ്ങളുടെ ബിസിനസ് നെക്സ്റ്റ് ലെവലിലേക്ക് കൊണ്ടുപോകണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ ജസ്റ്റ് താഴെ ഒരു കമൻറ്റിൽ ഇടുക. നമ്മുടെ ടീമിൽ നിന്ന് ആൾക്കാർ റീച്ച് ഔട്ട് ചെയ്തൊരു ഫോം നിങ്ങളെ ഫില്ല് ചെയ്യിപ്പിച്ച് നിങ്ങൾക്ക് പ്രീ ഓർഡർ ചെയ്യാനുള്ള ടൈം ഏതാനും ഡേയ്സിനുള്ളിൽ ആകുവാണ്. അപ്പോൾ അതായി കഴിഞ്ഞാൽ ഉടനെ തന്നെ നിങ്ങളെ സംബന്ധിച്ചോളം നിങ്ങൾക്ക് പ്രീ ഓർഡർ ചെയ്ത് നിങ്ങളുടെ ബുക്ക് ആദ്യം തന്നെ ഓർഡർ ചെറിയൊരു ഡിസ്കൗണ്ടും കിട്ടുന്നുണ്ടാവും പ്രീ ഓർഡർ ചെയ്യുന്ന സമയത്ത്. അപ്പോൾ നിങ്ങൾക്ക് ആ ബുക്ക് മേടിക്കാനുള്ള ചാൻസസ് കിട്ടുന്നുണ്ടാവും. അതുപോലെ നിങ്ങളെ സംബന്ധിച്ച് ഞാൻ നേരത്തെ പറഞ്ഞാൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ബെൽ റിംഗ് ചെയ്യുക. സോ ദാറ്റ് നിങ്ങൾക്ക് എൻറ്റയർ സീരീസ് ഓഫ് വീഡിയോസ് നിങ്ങൾക്ക് അലേർട്ടായിട്ട് കിട്ടിക്കൊണ്ടിരിക്കുകയും സോ ദാറ്റ് നിങ്ങളുടെ ബിസിനസ് നെക്സ്റ്റ് ലെവലിലേക്ക് മൂവ് ചെയ്യാൻ പറ്റാനായിട്ട്. പിന്നെ സമ്മറി നമ്മൾ പറഞ്ഞതെന്ന് വെച്ചാൽ നിങ്ങളെ സംബന്ധിച്ചാൽ നിങ്ങളുടെ ലൈഫിൽ നിങ്ങളുടെ ബിസിനസ് നെക്സ്റ്റ് ലെവലിലേക്ക് മൂവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ, ലൈഫ് അല്ലെങ്കിൽ ബിസിനസ് അല്ലെങ്കിൽ നിങ്ങളുടെ പ്രൊഫഷൻ നെക്സ്റ്റ് ലെവലിലേക്ക് മൂവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ, ആക്സലറേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ, നിങ്ങളുടെ ബിസിനസ് സ്കെയിൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് വെച്ചാൽ നിങ്ങളെ സംബന്ധിച്ചാൽ നിങ്ങളുടെ ലൈഫിനെ പുറകോട്ട് വലിക്കുന്ന സ്റ്റോറികളുണ്ട്. നിങ്ങൾ പുറകോട്ട് വലിക്കുന്ന സ്റ്റോറികൾ എല്ലാവർക്കും തന്നെയുണ്ട്. ആ സ്റ്റോറികൾ എടുത്തിട്ട് അതിനെ സ്ട്രാറ്റജിക്കായിട്ട് മുന്നോട്ട് വലിക്കുന്ന സ്റ്റോറികളാക്കി മാറ്റുക. അങ്ങനെ നിങ്ങളുടെ പുറകോട്ട് വലിക്കുന്ന സ്റ്റോറികളെ മുന്നോട്ട് വലിക്കുന്ന സ്റ്റോറികളാക്കി മാറ്റിക്കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു വളരെ വലിയൊരു എനർജി റിലീസ് ഉണ്ടാവുകയാണ്. ആ എനർജി റിലീസ് ഉണ്ടായി കഴിയുമ്പോൾ നിങ്ങളെ സംബന്ധിച്ചോളം നിങ്ങൾക്ക് നിങ്ങളുടെ ഗോളിലേക്ക് എത്താനായിട്ടുള്ള വലിയൊരു പവറും വലിയൊരു എനർജിയും നിങ്ങൾക്ക് ഉണ്ടാകും. അങ്ങനെയാണ് നിങ്ങളുടെ ബിസിനസ് നെക്സ്റ്റ് ലെവലിലേക്ക് മാറ്റുന്നത്. അതാണ് എനിക്ക് പറയാനുള്ളത്. റൂബിൾ ചാണ്ടി, അടുത്ത പ്രാവശ്യം സംസാരിക്കാം. ബൈ.